Module 2 Types of Inventory Control. Current Transportation Challenges. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ഫങ്ഷനാലിറ്റി പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ദെൻ കറണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷന് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ബേസിക് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഷാർപ്പ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഫ്യൂവൽ പ്രൈസിങ്. ഫ്യൂവൽ പ്രൈസിങ്ങിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതായത് പെട്രോളിൽ ചേഞ്ചസ്, പെട്രോളിയത്തിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനിലും കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. The sharp fluctuation in fuel pricing can be explained by the constant rise or fall in oil. അപ്പോൾ ക്രൂഡ് ഓയിൽ നിന്നാണ് പെട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ഫ്യൂവൽ പ്രൈസിങ്ങിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ. ദെൻ ഇവിടെ പറയുന്നത് the OPEC, that is the Organization of Petroleum Exporting Countries, led by Saudi Arabia, has often refused to curb the production on the overall market, which has resulted in abundance of crude oil. ഓക്കെ, അപ്പോൾ ക്രൂഡ് ഓയിലെ പ്രൊഡക്ഷനിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫ്യൂവൽ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. This increase caused a disparity between the demand and supply of crude oil, with repercussion on fuel prices. This matter is still to be solved. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസും ഡിക്രീസും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അത് സൗദി അറേബ്യയാണ് ലീഡ് ചെയ്യുന്നത്. അവർക്ക് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ഫ്യൂവൽ പ്രൈസിങ്ങിൽ വേരിയേഷൻസ് ഉണ്ടാക്കാനായിട്ട് കാരണം. അത് ഇപ്പോഴും ആ ഒരു ഫ്ലക്ച്വേഷൻസ് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഡ്രൈവർ ഷോർട്ടേജസ്. Though the future look bright for truck industry, the shortage of drivers is a result of various factors. That is, demographically, a lack of availability has to be noted. Low wages have also contributed to a decrease in some drivers. Then, one more important factor is working conditions, which apparently are unsatisfactory, taking into account the dangers and weather conditions while driving in extreme regions. അപ്പോൾ ഡ്രൈവർ ഷോർട്ടേജസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിലെ മറ്റൊരു ചാലഞ്ച്. ഇവിടെ മെയിനായിട്ട് പറയുന്ന രണ്ട് റീസൺസ് എന്ന് പറയുന്നത് ലോ വേജസ് കുറയുന്നത്, അവർക്ക് കൊടുക്കുന്ന സാലറീസ് ആൻഡ് വേജസ് കുറയുന്നത്. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് കണ്ടീഷൻസ് സാറ്റിസ്ഫാക്ടറി അല്ലാത്തത് കൊണ്ടാണ്. ഈ രണ്ട് റീസൺസ് ആണ് മെയിനായിട്ട് ഡ്രൈവർ ഷോർട്ടേജിന് കാരണം. ദെൻ പിന്നെ പറയുന്നത് എന്താണ്, എക്സ്ട്രീം റീജിയൻസ്, അതായത് കോൾഡ് ഏരിയാസിലും അങ്ങനെയുള്ള റിസ്കി ഏരിയാസിൽ വർക്ക് ചെയ്യുന്നതും ഡേഞ്ചറസ് ആണ് ഈ ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഷോർട്ടേജസിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. ദെൻ കമ്മോഡിറ്റൈസേഷൻ ഓഫ് കാരിയർ പ്രൈസിങ്. Commoditization in transport has a direct impact on whether a company dispatches its products or hire a third or fourth party provider to do this. The transportation service market being heavily price driven result in consumers having less focus on distinguishing between companies' products and services, but will put more emphasis on buying the cheapest alternative. Pricing is the only competition which a transportation service rely on. അപ്പോൾ കമ്മോഡിറ്റൈസേഷൻ ഓഫ് കാരിയർ പ്രൈസിങ് എന്ന് പറയുന്നത്, കാരിയേഴ്സ് അതായത് പ്രൊഡക്റ്റ് നമ്മളുടെ മാനുഫാക്ചറിങ് ഫേമിൽ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരിയേഴ്സിന് നമ്മൾ ഡെലിവറി ചാർജ് സാധാരണയായിട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു റീസൺ കൊണ്ട്, അതായത് കമ്മോഡിറ്റൈസേഷൻ, ഇവിടെയും ബിസിനസ്സാണ് വരുന്നത്. സാധാരണ ഒരു കമ്പനിയിൽ നിന്നും പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇവിടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടീസിനെ ഏൽപ്പിക്കുകയാണ്, അതായത് ഒരു ഏജൻസീസിനെ ഏൽപ്പിക്കുകയാണ് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടി മാത്രം. സോ അവർക്ക് ഡെലിവറി ചാർജസ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുന്നു. അതായത് ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഡെലിവറി ചാർജ് കൂടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന നോർമൽ എമൗണ്ടിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഹൈ എമൗണ്ടിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് കൂടെ കൂടുമ്പോഴേക്കും അത് അഫോർഡബിൾ അല്ലാത്ത രീതിയിൽ കസ്റ്റമേഴ്സിന് മാറും.
അതുകൊണ്ട് ഈ കമ്മോഡിറ്റൈസേഷൻ ലൈക്ക് ഡെലിവറി ചാർജസ് ഒക്കെ കൂടുന്നത് കൊണ്ട് ഇവിടെ കസ്റ്റമേഴ്സ് എപ്പോഴും ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും, ബ്രാൻഡ് നോക്കുന്നതിനേക്കാളും ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് നോക്കിയിട്ടായിരിക്കും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പാൻഡിങ് യൂസ് ഓഫ് ടെക്നോളജി ടൂൾസ്. Many companies are still reluctant to adopt new technologies. Digital technology innovation is sure to transform the trends of supply chain and procurement in future. However, a slow conversion to technology may give other companies which are digitally equipped a competitive advantage. അപ്പോൾ ടെക്നോളജിക്കൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൺസ്യൂമേഴ്സിൻ്റെ ട്രെൻഡ്സിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ മൊബൈലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള നന്നായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളൊക്കെയാണ്, മൊബൈൽ ഫോൺസൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് കൺസ്യൂമേഴ്സിൻ്റെ ട്രെൻഡ്സിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ്സ് ഓഫ് സപ്ലൈ ചെയിൻ, നമ്മുടെ പ്രൊഡക്ഷനും അതുപോലെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങും ഇതിലെല്ലാം ചേഞ്ചസ് വരുന്നുണ്ട്. Then slow conversion to technology may give other companies with and digitally equipped a competitive advantage. അപ്പോൾ ഈ ടെക്നോളജിയിലേക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. സ്ലോ കൺവേർഷൻ എന്ന് പറയുന്നത് അത് മറ്റുള്ള കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരിക. ദെൻ ഇൻക്രീസിങ് റെഗുലേഷൻസ്. ട്രാൻസ്പോർട്ടേഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഗുലേഷൻസിലുണ്ടാകുന്ന ഇൻക്രീസസ്, ലോസിലുണ്ടാകുന്ന ഇൻക്രീസ്. റെഗുലേഷൻസ് ആർ ഇമ്പോസ് ടു ക്രിയേറ്റ് എ ക്ലിയർ ആൻഡ് ലീഗൽ ഫങ്ഷനിങ് ഇൻ എനി ഫീൽഡ് which also applies to supply chain. Regulations of hours of service, compliance, safety, accountability are vital requirements. Fulfilling all them without falling prey to legal complications is a real hassle. Some companies have real trouble in meeting this end. അപ്പോൾ ചില കമ്പനികൾക്ക് ലീഗൽ കംപ്ലയൻസ് കറക്റ്റായിട്ട് ലോ ഫോളോ ചെയ്യാൻ പറ്റാത്തത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് റെഗുലേഷൻസ് ഓഫ് ഹവേഴ്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു 7 കണ്ടിന്യൂയിങ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് 60 അവേഴ്സേ ഈ 7 ഡേയ്സിൽ 60 അവേഴ്സേ മാക്സിമം ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. 70 അവേഴ്സ് മാത്രമേ 8 ഡേയ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 8 ഡേയ്സിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർക്ക് 7 അവേഴ്സേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻ 8 അവേഴ്സ് ഡെയിലി 8 അവേഴ്സ് വർക്കിനിടയിൽ 30 മിനിറ്റ്സ് വർക്ക് ബ്രേക്ക് വേണം. അങ്ങനെ പല റെഗുലേഷൻസും ഈ അവേഴ്സ് ഓഫ് സർവീസിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കംപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ കംപ്ലൈൻസ്, ലോകൾ, അതായത് നിയമങ്ങളെ പാലിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക, ദെൻ അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാം റെഗുലേഷൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൈറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കംപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതും കുറേ ഡിലേ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾക്ക് പറയാം. നെക്സ്റ്റ് വരുന്നതാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്കോണമി. It increases the production efficiency and it links to the logistics system. Vehicles should have some characteristics which are used for easy transport of goods and services. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്ന ഒരു പാർട്ടാണ്. ആൻഡ് ഇത് ലോജിസ്റ്റിക് സിസ്റ്റത്തിനെ ഫുള്ള് ലിങ്ക് ചെയ്യാനായിട്ട്, ലോജിസ്റ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആൻഡ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സപ്ലയേഴ്സിൽ നിന്നും മാനുഫാക്ചറിങ് ഫേമിലേക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗുഡ്സ് കൊണ്ടുവരിക. ദെൻ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ രണ്ട് ലോജിസ്റ്റിക്സിനെയും ലിങ്ക് ചെയ്യുന്ന മേജർ കമ്പോണൻ്റാണ് ട്രാൻസ്പോർട്ടേഷൻ. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഈസി ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഇതിൽ നമ്മൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ജനറലി 2 types. 2 type ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിനായിട്ട് പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ഫോർ നോൺ ജനറിക് യൂസ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ജനറൽ ട്രാൻസ്പോർട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ ജനറിക്, ജനറൽ അല്ലാത്ത യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട്
that is nothing but which is used for meeting the needs of all sectors of people for transportation of goods and services. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം സാധാരണ പബ്ലിക്കിന് യൂസ് ചെയ്യാനുള്ള രീതിയിൽ എല്ലാ സെക്ടേഴ്സിലെയും ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള രീതിയിൽ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഫോർ നോൺ ജനറിക് യൂസ് എന്ന് പറയുമ്പോൾ will be for the planned operations. Here the transportation means may be by non-transport entities. അപ്പോൾ നോൺ ട്രാൻസ്പോർട്ട് എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ നീഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻസ് ആണ് നോൺ ജനറിക് യൂസ് എന്ന് പറയുന്നത്. ജനറൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ്. നോൺ ജനറിക് യൂസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് മെയിനായിട്ട് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും പ്രോഡക്റ്റ്സ് കൊണ്ടുവരാനും അതുപോലെ അവരുടെ പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്യാനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ പ്രോഡക്റ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെ ബേസിസിലാണ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് സെലക്ട് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ടൈം സെൻസിറ്റീവ്. ദ കസ്റ്റമേഴ്സ് ഫോളോ ജസ്റ്റ് ഇൻ ടൈം, ദെൻ ദേ ടെൻഡ് ടു ബി ടൈം സെൻസിറ്റീവ്. Slower modes of transportation may not guarantee to reach in on time. Hence, organization must ensure that the choice of the mode of transportation guarantees delivery time each time. ഇവിടെ ഡെലിവറി എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിലായിരിക്കണം. അവിടെ ടൈം യൂട്ടിലിറ്റിയാണ് വരുന്നത്. അതായത് നമ്മൾ പറയുന്ന ടൈമിൽ കസ്റ്റമേഴ്സിന് അത് റിക്വയർഡ് ആയിട്ടുള്ള ടൈം എപ്പോഴാണോ അപ്പോൾ തന്നെ നമ്മൾക്കത് ഡെലിവറി ചെയ്യാൻ സാധിച്ചിരിക്കണം. സ്ലോവർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒരിക്കലും ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഡെലിവറി മെക്കാനിസം അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ഓൺ ടൈമിന് റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് കോസ്റ്റ്. ദ കോസ്റ്റ് ഫാക്ടർ ഹാസ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ് ആസ് കംപ്രൈസിംഗ് ഓഫ് 2 parts, visible cost and hidden cost. These two need to be minimized but not compromising on the customer service. Sometimes to balance the cost and service, multiple modes of transport might have to be used. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടറിന് മെയിനായിട്ട് 2 കോസ്റ്റുകളാണുള്ളത്, വിസിബിൾ കോസ്റ്റ് ആൻഡ് ഹിഡൻ കോസ്റ്റ്. വിസിബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ഇൻകർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെലിവറിയിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനിലും ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റുകളിൽ ഡയറക്റ്റ്ലി നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് വിസിബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിഡൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് ഹിഡൻ കോസ്റ്റ് എന്ന് പറയാം. ഇത് രണ്ടും മിനിമൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഈ 2 കോസ്റ്റുകളും മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് നോട്ട് കോംപ്രമൈസിങ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ പക്ഷേ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. സംടൈംസ് ടു ബാലൻസ് എ കോസ്റ്റ് ആൻഡ് സർവീസ്, മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മൈറ്റ് ഹാവ് ടു ബി യൂസ്ഡ്. അപ്പോൾ ചില ടൈമിൽ നമ്മൾക്ക് ഈ കോസ്റ്റ് അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ഇത് രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒന്നിലധികം ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് കോസ്റ്റ് കുറഞ്ഞ രീതിയിലും ആയിരിക്കണം, പക്ഷേ കസ്റ്റമേഴ്സിന് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡിലേ ഒന്നും കൂടാതെ തന്നെ ഡെലിവറി ചെയ്യുന്ന രീതിയിലുമായിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കേപ്പബിലിറ്റി. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് നീഡ് ടു ബി മൂവ്ഡ്. ഇഫ് ദ പ്രോഡക്ട്സ് ആർ ബിഗ് ദെൻ ദ ട്രാൻസ്പോർട്ട് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ക്യാരിയിങ് ദം. ഫോർ എക്സാമ്പിൾ ഹെവി മെഷീനറി. അപ്പോൾ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം കപ്പാസിറ്റി. ഒരു പ്രൊഡക്റ്റിന് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള വെഹിക്കിളായിരിക്കണം നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതായത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മളവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട്. ഹെവി മെഷീനറിയൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് അതിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിപ്പെൻഡബിലിറ്റി. Each time a distribution needs to be performed, a mode must be available, and each time they must ensure the product reach at right time, right place, and without any delay and damages.
അപ്പോൾ ഡിപ്പെൻഡബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡബിൾ ആയിരിക്കണം. അതായത് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അറ്റ് റൈറ്റ് പ്ലേസ്, കറക്റ്റ് പ്ലേസിൽ അത് ഡെലിവറി ചെയ്യാൻ പറ്റണം. ദെൻ വിത്തൗട്ട് എനി ഡാമേജസ് ആൻഡ് ലോസും ഡാമേജസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ ഡിപ്പെൻഡബിൾ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി. ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ടൈംസ് എ ഗുഡ്സ് ആർ ഷെഡ്യൂൾഡ് ഫോർ മൂവ്മെൻറ്റ്. അപ്പോൾ എത്ര ടൈം അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്പോർട്ട്. ഇവിടെ പറയുന്നത് ഹൗ ഫ്രീക്വൻ്റ്ലി വി ഹാവ് ടു മൂവ് എ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, ആൻ ഓയിൽ പൈപ്പ് ലൈൻ ഇസ് എ ഡെഡിക്കേറ്റഡ് മോഡ് which is present continuously and can be used at any interval of time. അതായത് ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് ഇപ്പോൾ ഓയിൽ പൈപ്പ് ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ട സമയത്ത് അതിന് ആ ടാപ്പിലൂടെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അവിടെ നമ്മൾ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻ്റ്ലി നമ്മളത് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ നമുക്ക് ആ പൈപ്പ് ലൈൻ വഴി അവൈലബിൾ ആണ്. But in other cases, to some destinations, frequency of flight is high. For example, metros like Delhi, Mumbai, Kolkata, Chennai, etc. Hence, this mode can be made use of. For short distances, buses can be used, but many a time frequency is an issue. അപ്പോൾ നമ്മൾക്ക് ഫ്രീക്വൻ്റ്ലി മൂവ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ മെട്രോ ഏരിയാസ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ അവിടെയൊക്കെ ഫ്രീക്വൻ്റ്ലി നമ്മൾക്ക് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഡിലേ കൂടാതെ തന്നെ നമ്മൾക്ക് കണ്ടിന്യൂസ് ഇൻ്റർവെൽസിൽ ഫ്ലൈറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾക്ക് പ്രൊഡക്റ്റ് മൂവ്മെൻറ്റിൽ ഡിലേ ഒന്നും വരില്ല. ഇൻ കേസ് ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ ബസ് റൂട്ട്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറച്ച് ഇഷ്യൂ വരുന്ന കാര്യമാണ്. കാരണം അവിടെ ബസ്സുകളൊക്കെ അവൈലബിൾ ആവുന്നത് ചിലപ്പോൾ അവിടെ ടൈം ഗ്യാപ്പ് കൂടുതലായിരിക്കാം. ചിലപ്പോൾ ഹാഫ് ആൻ അവർ 1 ഹവറിന് ഇടയിലൊക്കെ ആയിരിക്കും ബസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീക്വൻസി നമ്മൾക്ക് കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ ഓഫ് സെലക്ടിങ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.